മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നേന്ത്രക്കായ റെസിപ്പി ആയാലോ. എന്നും നമുക്ക് നോൺ വെജ് ഒന്നും കാണത്തില്ല. ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു തവണ തയ്യാറാക്കിയാൽ നിങ്ങൾ വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കിടിലൻ ഒരു റെസിപ്പി. ഈ ഒരു കറി മാത്രം മതി, മറ്റു കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ നല്ല അപാര കോമ്പിനേഷനാണ് ഈ കറി. ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് നേന്ത്രക്കായയാണ് ആവശ്യം. 2 ഇതേ വലിപ്പമുള്ള നേന്ത്രക്കായയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളയണം. മൊത്തം ഉരിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ കരിന്തൊലി ഒന്ന് ചെത്തി കളയുക മാത്രമാണ് ചെയ്യുന്നത്. നേന്ത്രക്കായ വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ വാഴയ്ക്ക വെച്ചിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റും അതുപോലെ തന്നെ കറി അധികം കുഴഞ്ഞു പോകാതിരിക്കുന്നത് നമ്മൾ ഇതുപോലെ വിളഞ്ഞിട്ടുള്ള നേന്ത്രക്കായ വെച്ച് തയ്യാറാക്കുമ്പോഴാണ്. ഞാൻ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തിയെടുത്ത ശേഷം ഞാനിതൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നുറുക്കിയെടുക്കണം. നീളത്തിലാണ് നുറുക്കിയെടുക്കുന്നത്. ഒത്തിരി അങ്ങ് കനം കുറച്ചിട്ടല്ല, ചെറിയ ഒരു കനത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ അവിയലിനൊക്കെ കഷ്ണങ്ങൾ അരിയത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് അരിയുന്നത്. നേന്ത്രക്കായ അരിയുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ലേശം ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് അരിയുകയാണെങ്കിൽ കയ്യിലെങ്ങും കറയൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് വേണം ഇട്ട് കൊടുക്കാനും. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടുകയും വേണം. 2 കായും ഞാൻ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം കഴുകി അതിൻ്റെ കറയൊക്കെ പോയ ശേഷം ഞാൻ മൺചട്ടിയിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിലോട്ട് ഇനി നമുക്ക് 1-2 പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഈ കഷ്ണങ്ങൾ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനായിട്ട് നിൽക്കരുത്. കായയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. 3/4 കപ്പ് തേങ്ങ ചിരകിയതും, 2 തണ്ട് കറി ലീഫും, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമുണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 6 അല്ലി ചുമന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 എണ്ണമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തരിതരിപ്പോടൊന്ന് ചതച്ചെടുക്കാം. കായ വേകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോകാതെ ഒന്ന് കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. കായയുടെ കഷ്ണങ്ങളൊക്കെ ഒരു 3/4 പരുവത്തോളം വേവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ കുടംപുളിക്ക് പകരം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മീൻ വറ്റിച്ച രീതിയിലാണ് ഈ വാഴയ്ക്ക വറ്റിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ കഷ്ണങ്ങൾ വേകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ കായ ഒന്നൊരു 3/4 പരുവം വേഗമാകുമ്പോൾ മാത്രമേ പുളി ചേർത്ത് കൊടുക്കുകയുള്ളൂ. മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും അതുപോലെ തന്നെ ഒരു പകുതി വേഗമാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം മാങ്ങയുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇനി നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച്, നമ്മൾ മീനൊക്കെ വറ്റിച്ചെടുക്കത്തില്ലേ, അതേ രീതിയിൽ തന്നെ ഇത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടിയത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴയ്ക്ക വറ്റിച്ച റെസിപ്പിയാണ്. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. മീനോ അങ്ങനെ ചിക്കനോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ചോറുണ്ണാൻ പിന്നെ മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കണം. ആ തേങ്ങയിലോട്ട് ആ ആവിയൊക്കെ ഒന്ന് കയറി വരികയും വേണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള നാടൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ വാഴയ്ക്ക വറ്റിച്ചത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഈവനിങ്ങിൽ കട്ടൻ ചായയോടൊപ്പം സെർവ് ചെയ്യാനാണെങ്കിൽ നല്ല കിടു കോമ്പിനേഷനാണ്. കട്ടൻ ചായക്കൊപ്പം ഇതുപോലെ ഒരു സ്പൂണും കൂടെ ഒക്കെ ഒന്ന് കോരി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ ടേസ്റ്റ്. ലേശം വെള്ളം കൂടി ഉണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വെന്ത് ഉടഞ്ഞങ്ങ് പോത്തതേ ഉള്ളൂ. ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ പുളി ചേർക്കുന്ന സമയത്ത് കായ ഒരു പകുതി വേവായ ശേഷം മാത്രമേ പുളി ചേർത്ത് കൊടുക്കാവൂ. ആദ്യം തന്നെ കായ വേകുന്ന സമയത്ത് നമ്മൾ പുളി ചേർത്ത് കൊടുത്താലായിട്ട് കായ വേകാനായിട്ട് അധികം സമയം എടുക്കുകയും ചെയ്യും.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആ ഒരു മണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വയറ് നിറച്ച് ചോറുണ്ണും. ആ ഒരു സ്മെല്ലടിച്ചാൽ നമുക്ക് ചോറുണ്ണാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഒരു മണം തന്നെ വരുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നമുക്ക് കറിക്കായ വെച്ചിട്ടും ചെയ്യാം. എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റും അതുപോലെ തന്നെ കുഴയാതിരിക്കുന്നതും നമ്മൾ ഇതുപോലെ നേന്ത്രക്കായ വെച്ച് തയ്യാറാക്കുമ്പോഴാണ്. കറിക്കായൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത്രയധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നല്ല വിളഞ്ഞിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. തേങ്ങയൊക്കെ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മാത്രമേ ഈ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത്രയധികം തേങ്ങ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറച്ചൊരു അരക്കപ്പ് അളവിലൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഇനേബിൾ ആക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. എന്നും നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നാടൻ രുചിക്കൂട്ടുകളൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നാടൻ രുചിക്കൂട്ടുകളുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരിക്കലും പോകുകയില്ലല്ലോ. ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ്. നിങ്ങൾക്ക് പുളി ഒന്നും ചേർത്ത് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അവസാനം ചേർത്ത് കൊടുക്കുന്ന ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യില്ല. അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.